ദൈവത്തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പോണ്ടിച്ചേരിയിലെ പ്രകൃതി ദുരന്തങ്ങൾ മൂലം കറണ്ട് ഇല്ലാതാവുകയും ചില ദിവസങ്ങൾ വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്തു. എന്നാൽ ദൈവം വലിയ കരുണ കാണിച്ചു. എന്തായാലും ഇനി ആഴ്ചയിൽ 1-2 വീഡിയോ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ദിവസവും ഒരുപക്ഷെ വീഡിയോ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. എങ്കിലും കുറേയധികം വർക്കുകൾ വേറെ എല്ലാം ഉള്ളതുകൊണ്ടാണ്. എങ്കിലും ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് ഒരുപക്ഷെ ഡെയിലി തന്നെ അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 വീഡിയോ എന്തായാലും ഉണ്ടാകുമെന്ന് ദൈവത്തിൽ ശരണപ്പെടുന്നു, കർത്താവിൽ ശരണപ്പെടുന്നു. കർത്താവ് കൃപ നൽകാതെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. നിഗളമുള്ള ഒരുവന് ഒരിക്കലും ദൈവം കൃപ നൽകുന്നില്ല. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളെക്കാൾ ശക്തനായ ഒരാൾ നമുക്ക് എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അയാളെ ജയിക്കാനായിട്ട് കഴിയില്ലല്ലോ. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് നമ്മളെക്കാളും എത്ര വലിയ ശക്തിയുള്ളവനാണെന്ന് നമ്മൾ ഓർത്തുകൊള്ളണം. അപ്പോൾ സർവശക്തനായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ നമ്മളോട് എതിർത്ത് നിന്നാൽ നാം നിഗളിയായി തീരുന്ന പക്ഷം ദൈവം നമ്മളോട് എതിർത്ത് നിൽക്കും. നമ്മളോട് ഒരു കരുണയും ദൈവം കാണിക്കുകയില്ല. ദൈവം നമ്മളോട് എതിർത്ത് നിന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം മറുപടി തരാത്ത രീതിയിൽ നമ്മളോട് ദൈവം എതിർത്ത് നിന്നുകൊണ്ടിരിക്കും. ദൈവം എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാനായിട്ട് കഴിയില്ല. ഒരു കാരണവശാലും നമുക്ക് ജയിക്കാൻ നമുക്കറിയാമല്ലോ ദൈവത്തോട് എങ്ങനെ എതിർത്ത് ജയിക്കാനായിട്ട് കഴിയും. അപ്പോൾ ദൈവം എതിർത്ത് നിൽക്കുന്നത് നിഗളികളായ മനുഷ്യരോടാണ്. ഇപ്പോൾ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഒരു മനുഷ്യൻ അപ്പോസ്തലനാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ്റെ ലക്ഷണങ്ങളൊക്കെ തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തലൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ലാത്ത ഈ മനുഷ്യൻ അപ്പോസ്തലനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്ത ഒരു വലിയ ബോഷ്ക്ക് അതിനെ ഇപ്പോഴും ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം ആ ന്യായീകരിക്കുന്നിടത്തോളം കാലം ദൈവം അദ്ദേഹത്തിനോട് കരുണ കാണിക്കില്ല. അദ്ദേഹത്തിൻ്റെ അനുയായികൾ പണ്ട് മന്ത്രിയുടെ വോട്ടിൻ്റെ അംഗങ്ങൾ എണ്ണം പ്രഖ്യാപിച്ചതും പരിശുദ്ധാത്മാവ് പറഞ്ഞാണെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുകൊണ്ടൊന്നും ദൈവം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല. കാരണം ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകും. താഴ്മയില്ലാത്ത ഒരുവിനെ ഒരിക്കലും ദൈവം കൃപ നൽകുകയില്ല. കൃപ എന്ന് പറയുന്നത് ഒരു വിജയമാണ്, ശത്രുക്കളുടെ മേലുള്ള ഒരു വിജയം. ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരുവൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ തൻ്റെ ശത്രുക്കളെ അവനോട് ഇണക്കും. ശത്രുക്കൾ കൂടി വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഒരു കൃപയില്ലായ്മയുടെ ലക്ഷണമാണ്. അതൊരു നെഗളം വന്നതിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണത്. ദൈവം തന്നെയാണ് എതിർത്ത് നിൽക്കുന്നത്. അപ്പോൾ ദൈവം ഒരിക്കലും നിഗളിയായ ഒരു മനുഷ്യന് കൃപ കൊടുക്കുകയില്ല. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. തിരുവെഴുത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് 2 വ്യക്തികളെടുത്ത് ഈ വിഷയം ചില ദൈവദാസന്മാരെല്ലാം പ്രസംഗിച്ച് കേട്ടതും അവരുടെ ബുക്കുകളിൽ വായിച്ചതുമായിട്ടുള്ള പഠനങ്ങൾ കൂടി വെച്ചിട്ടാണ് ഞാൻ പല വീഡിയോകളും ചെയ്യുന്നത്. എല്ലാം എൻ്റെ തന്നെ കണ്ടുപിടുത്തങ്ങളൊന്നുമല്ല, എനിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തരുന്നു. എന്നാൽ ഞാൻ മുൻപ് വായിച്ചിട്ടുള്ള അനേകം ദൈവകൃപയുള്ള ദൈവദാസന്മാരുടെ ബുക്കുകളിലെ വെളിപ്പാടുകളും ഇതിനകത്ത് ആഡ് ചെയ്തു വരും. അതിൽ നിന്ന് ലഭിച്ച ഒരു കാര്യമാണ് ശൗലിൻ്റെയും ദാവീദിൻ്റെയും കാര്യം. ശൗല് എന്ന് പറയുന്ന വ്യക്തിയെ ശമൂവേൽ മുഖാന്തരം രാജാവാക്കി. നമ്മൾ 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞ എന്തെന്നാൽ, യഹോവ നിന്നെ തൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലോക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലോക്കിനെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളയുക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുലകുടിക്കുന്നവരെയും ആട്, കാള, ഒട്ടകം, കഴുത എന്നിവയെയും സംഹരിച്ച് കളയുക എന്ന് ശമൂവേൽ പ്രവാചകൻ മുഖാന്തരം ശൗലിന് ദൈവം ഒരു കൽപ്പന കൊടുത്തു. ശൗല് തൻ്റെ കാഴ്ചയിൽ വളരെ ചെറിയവനായിട്ടിരുന്നിട്ടും രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ ഒളിച്ചു മാറി നിന്ന ഒരുവനാണ്. അവനെ മുന്നോട്ട് കൊണ്ടുവന്ന് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ദൈവം അഭിഷേകം ചെയ്തു. ശമൂവേൽ പ്രവാചകൻ മുഖാന്തരം അഭിഷേകം ചെയ്തു. പക്ഷേ ദൈവം വന്നിട്ട് അവനോട് ഒരു കൽപ്പന കൊടുത്തു, നീ അമാലോക്യരെ ഉന്മൂലനാശം ചെയ്യണം. അതിനൊരു കാരണമുണ്ട്. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ ദൈവം ഇത്ര കരുണയില്ലാത്തവനാണോ? സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ആടിനെയും കഴുതനെയും മാടിനെയും എല്ലാം കൊന്നു കളയാനായിട്ട് ദൈവം എങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് നമുക്ക് ഒരുപക്ഷെ ചിന്തിച്ച് നോക്കാം. പക്ഷേ ദൈവം പറയുന്നതിന് വ്യക്തമായൊരു കാരണമുണ്ട്. ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൻ്റെ ഇരുമ്പുലയിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വരിക. ആ ജനം വളരെ വർഷങ്ങളോളം അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് നരകിച്ച് അവരുടെ നിലവിളി ദൈവം കേട്ട് അവൻ മോശ അയച്ച് മോശ മുഖാന്തരം ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവരിക. അങ്ങനെ വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ അവരെ അമാലോക്യരുടെ വഴിയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. നമ്മൾ ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലോക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നുമിരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനരെ ഒക്കെയും സംഹരിച്ച കാര്യം ഓർത്തുകൊള്ളുക.
എന്നിട്ട് ദൈവം പറയുകയാണ്, ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി അടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെ നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലോക്കിൻ്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചിടണം. ഇത് മറന്നു പോകരുത്. ദൈവമക്കൾ ചില കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അവർ ക്ഷീണിച്ചും തളർന്നുമിരിക്കുന്ന ചില സമയങ്ങളുണ്ട്. ഒരുപക്ഷെ കടഭാരത്തിലായിരിക്കാം, ഒരുപക്ഷെ രോഗത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെ ദൈവമക്കൾ കടന്നു പോകുമ്പോൾ ചില ആളുകൾ ദൈവഭയമില്ലാതെ അവരെ വന്ന് ആക്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വാക്കുകൊണ്ടായിരിക്കാം, അവരുടെ നാവിൻ്റെ കീഴെ അണലി വിഷം ഉണ്ടാകും. അങ്ങനെ വാക്കുകൾ കൊണ്ട് കൊല്ലുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഭയപ്പെടുത്തുവാൻ തക്കവണ്ണം ഗുണ്ടകളെ കൊണ്ടുവന്നിട്ടായിരിക്കാം. പല രീതിയിലും ദൈവമക്കളെ അവരുടെ കഷ്ടതയിൽ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം അവരുടെ പിന്നാലെ വന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എപ്പോഴാണ് അവരുടെ ബലഹീനതയിൽ അവർ മുൻപ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് സപ്പോർട്ടിനായിട്ട് നിറയെ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ബലഹീനതയിലാണ്, ഇപ്പോൾ ഒരു കഷ്ടത്തിലാണ്, ഒരു ഞെരുക്കത്തിലാണ്, ഒരു ബുദ്ധിമുട്ടിലാണ്. ആ സമയത്ത് സഹായിക്കുവാനായിട്ട് ആരുമില്ല. എല്ലാവരും മാറി നിൽക്കുന്ന ഒരു സമയത്ത് ഇവൻ്റെ കൂടെ ആരുമില്ല, ഇവനെ ഇപ്പോൾ എന്ത് ചെയ്താലും ചോദിക്കുവാനും പറയാനും ആരുമില്ല, ഇവളോട് എന്തു ഇപ്പോൾ ചെയ്യാം എന്നുള്ള മനസ്സോടെ ശത്രു ദൈവമക്കളുടെ നേരെ ആക്രമണം നടത്തുമ്പോൾ ദൈവം അതവിടെ മാർക്ക് ചെയ്തിടും, ദൈവം അതവിടെ കുറിച്ചു വയ്ക്കും. ദൈവം അങ്ങനെയാണല്ലോ. ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ പൈതലിനെ തൊടുത്തവൻ ദൈവത്തിൻ്റെ കൃഷ്ണമണിയെ തൊടുക എന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ കൃഷ്ണമണിയെ തൊട്ടാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കാരണമില്ലാതെ അന്യായമായി ഒരുവൻ എനിക്കൊരു സമയം കുറിച്ചൊരു ദിവസമുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. എൻ്റെ കഷ്ടതയിൽ ഒരുവൻ എനിക്ക് ആരുമില്ല എന്നും, എനിക്ക് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ ആരുമില്ല, ഒരു സപ്പോർട്ടിന് ആരുമില്ല എന്ന് അവൻ വിചാരിച്ചുകൊണ്ട് അവൻ ദൈവത്തെ ഭയപ്പെടാതെ ഒരു 25-30 വയസ്സിനിടയ്ക്കുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നോട് സമയം കുറിച്ചിട്ട് പോയി, ഇന്ന് 5 മണിക്കുള്ളിൽ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ എന്നെ ഭയപ്പെടുത്തിയിട്ട് പോയി. പക്ഷേ ആ 5 മണിക്കുള്ളിൽ തന്നെ അവൻ എന്താ പറയുന്നത്, ചെറിയ ജനറേറ്ററിൽ നിന്ന് കറണ്ട് അടിച്ച് അവൻ തൽക്ഷണം 5 മണിക്ക് മരിക്കുവാൻ തക്ക ഇടയായിരുന്നു. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ, നമ്മൾ കഷ്ടത്തിലായിരിക്കുമ്പോൾ, നമ്മൾ ഞെരുക്കത്തിലായിരിക്കുമ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്നവരെ ദൈവം നോട്ട് ചെയ്യുന്നുണ്ട്. ദൈവം ന്യായവും നീതിയുള്ളവനാണ്. ദൈവം കരുണയുള്ളവനാണ്. അപ്പോൾ തന്നെ നീതി ന്യായവും നടപ്പാക്കുന്നവരാണ്. ഇതുപോലെ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ അവർ വന്ന് അവിടെ അതിലൂടെ കടന്നു പോവുകയാണ്. അവൻ്റെ ഒന്നും എടുക്കുന്നില്ല, അവൻ്റെ വെള്ളം എടുക്കുന്നില്ല, അവൻ്റെ ഒരു വസ്തുക്കൾ എടുക്കുന്നില്ല, അതിലെ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ ബലഹീനർ എപ്പോഴും പിന്നണിയിലായിരിക്കുമല്ലോ. മറ്റുള്ളവരുടെ ഒപ്പം ഓടിയെത്തുവാനായിട്ട് നടക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് വളരെ ക്ഷീണിച്ചും തളർന്നു ഇരിക്കുന്ന ബലഹീനരായിട്ടുള്ള ആളുകളെ ഇവൻ പിന്നാലെ വന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തി കളഞ്ഞു. ദൈവം അതവിടെ നോട്ട് ചെയ്തു. ദൈവം പകരം ചോദിക്കാതിരിക്കുമോ? ദൈവം അതവിടെ നോട്ട് ചെയ്തു. അതിനുശേഷം ശൗൽ രാജാവാക്കിയപ്പോൾ ദൈവം പറയുകയാണ്, അവൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളെല്ലാം നീക്കി അവനെ രാജാവാക്കി പറയുകയാണ്, നീ പോയി അമാലോക്യരുടെ ഓർമ്മ കൂടെ അത് ഭൂമിയിൽ നശിപ്പിച്ചു കളയാണ്. ഇത് മുൻപ് ദൈവം തീരുമാനിച്ചിരുന്ന ഒരു കാര്യമാണ്. അത് ശൗൽ മുഖാന്തരം നടപ്പാക്കുവാൻ ദൈവം ഒരു പദ്ധതി ഇടുകയാണ്. എന്നാൽ ശൗൽ എന്ത് ചെയ്തു എന്നറിയാവോ? ശൗൽ അമാലോക്യരുടെ രാജാവായിരുന്ന ആഗാഗിനെയൊക്കെ കൊന്നു. അതിനുശേഷം അവൻ അവിടെ നല്ല കൊഴുത്ത കാളക്കുട്ടികളെയും മാടുകളെയും എല്ലാത്തിനെയും ഉന്മൂലനാശം ചെയ്യുവാൻ, അമാലോക്യരുടെ ഒന്നും വേണ്ടെന്നേ അത് ഇവൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? ദൈവത്തിന് യാഗം കഴിക്കാനാണെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടു നിർത്തിയിരിക്കുക. അപ്പോൾ ശമൂവേൽ ഇവനെ എതിരേറ്റ് വന്നു. എന്നിട്ട് ചോദിച്ചു, ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ രാജാവാക്കി, നിൻ്റെ കാഴ്ചയിൽ തന്നെ നീ ചെറുതായിരുന്നു, എന്നിട്ട് ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ രാജാവാക്കി. ഇപ്പോൾ എൻ്റെ ചെവിയിൽ വന്ന് കേൾക്കുന്ന ഈ കാളകളുടെയും ആടുകളുടെ എല്ലാം ഈ മുക്രയുടെ ഒക്കെ ശബ്ദം എന്താണെന്ന് ചോദിച്ചു. അത് ഞാനിവിടെ ഈ ദൈവത്തിന് യഹോവയ്ക്ക് യാഗം കഴിക്കുവാനായിട്ട് പിടിച്ചുകൊണ്ട് വന്നത്, നല്ലത് നോക്കി ഞാൻ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ ചോദിച്ചു, ദൈവത്തെ അനുസരിക്കുന്നതിനേക്കാളും വലുതാണോ യാഗം? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നീ അതിനേക്കാളും വലുതായിട്ടാണോ യാഗമെന്ന് ശമൂവേൽ ഇവനോട് ചോദിക്കുകയാണ്. അതിനുശേഷം ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കുവാനുള്ള തീരുമാനം ശമൂവേൽ അറിയിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ മകനെ, ദൈവത്തിൻ്റെ മകളെ, നമ്മൾ ഒന്ന് ഓർത്തുകൊള്ളണം, ദാവീദ് രാജാവാകുന്നുണ്ട്. ദാവീദ് ചെയ്ത പാപം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പാപങ്ങളാണ്. വ്യഭിചാരം ചെയ്തു, കൊലപാതകം ചെയ്തു, പലതരത്തിലുള്ള പാപങ്ങൾ ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു പ്രവാചകൻ വന്ന്, നാഥാൻ പ്രവാചകൻ വന്ന് ശമൂവേലിൻ ദാവീദിൻ്റെ മുൻപാകെ നീ ചെയ്ത കുറ്റത്തെക്കുറിച്ച് അവന് ഒരു ഉപമയിലൂടെ അവന് ബോധ്യം വരുത്തി. അങ്ങനെ ബോധ്യം വരുത്തിയപ്പോൾ ശൗൽ ചെയ്തതുപോലെ ഒരിക്കലും ദാവീദ് ന്യായീകരിച്ചില്ല. ശൗൽ എന്താ ചെയ്തത്? അത് ഞാൻ ദൈവത്തിന് യാഗം കഴിക്കാനായിട്ട് കൊണ്ടുവരികയാണെന്ന് പറഞ്ഞു. പിന്നെ തന്നെയല്ല, അവൻ ശമൂവേൽ പോകാൻ തുടങ്ങിയപ്പോൾ ശമൂവേലിൻ്റെ അങ്കിയുടെ അറ്റത്ത് പിടിച്ചത് കീറിപ്പോകാനിടയായിട്ട് തീർന്നു. രാജ്യത്വം നിന്നിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. ശൗലിൻ്റെ കയ്യിൽ നിന്ന് രാജ്യത്വം പോകുന്നതും ശൗല് വളരെ ദയനീയമായിട്ട് മരിക്കുന്നതെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദ് ചെയ്ത പാപം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദ് ചെയ്ത പാപം ഒരു ഉപമയിലൂടെ അറിയിച്ചപ്പോൾ
ദാവീദ് ഒട്ടും ന്യായീകരിച്ചില്ല. ദാവീദ് തന്നെത്താൻ താഴ്ത്തി. എന്നിട്ട് ദാവീദ് 51 സങ്കീർത്തനം എഴുതിയിട്ട് പറയുകയാണ്, ദൈവമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. നീ സംസാരിക്കുമ്പോൾ നീതിമാനാണ്, നീ നിർമ്മലനാണ്. കർത്താവേ, ഞാൻ മനുഷ്യരുടെ കയ്യിലൊന്നും വീഴാൻ ഇടയാകരുത്. ദൈവമേ, ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു, നിന്നോട് ഞാൻ പാപം ചെയ്തു. ന്യായീകരിക്കാതെ പാപത്തെ ഏറ്റുപറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ തന്നെത്താൻ താഴ്ത്തി. നാഥാൻ പ്രവാചകൻ വന്ന് തൻ്റെ കുറ്റത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവൻ തന്നെത്താൻ താഴ്ത്തി. ഇന്ന് അനേക ദൈവഭക്തര്, ദൈവദാസന്മാരെന്ന് പറയുന്ന ആളുകൾ, അവർക്ക് സമൂഹത്തിൻ്റെ മുൻപിലും വിശ്വാസികളുടെ മുൻപിലും തെറ്റുപറ്റിയാൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് അതിനെ തിരുത്താൻ അവർ തയ്യാറാകാതെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്ര നാൾ പോകാൻ കഴിയും? അധികം നാൾ പോകാനായിട്ട് കഴിയില്ല. കാരണം ദൈവം തൻ്റെ ന്യായവിധി പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. ദൈവം ഒരുത്തനെ നീക്കിക്കളഞ്ഞ ആരൊക്കെ ചേർത്ത് പിടിച്ചാലും അവനെ നിർത്താനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ഇവിടെ ശൗൽ ചെയ്ത പാപം നമ്മൾ നോക്കുമ്പോൾ എന്താ, കുറച്ച് ആടുകളെയും കാളകളെയും പിടിച്ചുകൊണ്ട് വന്നു എന്നല്ലേ ഉള്ളൂ. വേറെ വ്യഭിചാരമോ അല്ലെങ്കിൽ കൊലപാതകമോ ഒന്നും ചെയ്തില്ലല്ലോ. പക്ഷെ ദൈവം നോക്കുന്നത് അനുസരണവും താഴ്മയുമാണ്. ശൗലിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു ന്യായീകരണമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ തന്നെത്താൻ താഴ്ത്തി, തൻ്റെ തെറ്റ് മനസ്സിലാക്കി അവൻ തിരുത്തി, ദൈവം മുമ്പാകെ തന്നെത്താൻ താഴ്ത്തി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം അതുകൊണ്ട് ശിക്ഷ കൊടുത്തു. ദൈവം അതിനെ ശിക്ഷിക്കാതെ ഒന്നും വിട്ടില്ല. ശിക്ഷ കൊടുത്തിട്ട് തന്നെ ദാവീദിനെ ദൈവം കൈക്കൊള്ളുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മൾ ഈ തിരുവെഴുത്തുകളെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറയാത്ത പാപമുണ്ടെങ്കിൽ ഒട്ടും ന്യായീകരിക്കാതെ നാം ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തുമെങ്കിൽ ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് നടക്കും. അല്ലെങ്കിൽ ചില വിടുതലുകൾ നടക്കില്ല, അത് ബ്ലോക്കായിട്ട് കിടക്കും. എൻ്റെ കടബാധ്യതയുടെ നടുവിൽ ഞാൻ അതിനു മുമ്പ്, കടബാധ്യതയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു റെഡിമെയ്ഡ് യൂണിറ്റ് ഉണ്ടായിരുന്നു. ഏകദേശം 12ഓളം കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൂടാണ്ട് ഒരു 10-15 ആളുകൾക്ക് പുറമേ തയ്ക്കുവാനായിട്ട് കൊടുത്തു വിടുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരു നല്ല യൂണിറ്റായിരുന്നു. ആ യൂണിറ്റിൽ വന്ന് നൈറ്റ് വാങ്ങുന്നവർക്ക് നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ചേച്ചി വന്ന് ഒരു മാസത്തിൽ 2 നൈറ്റിയെങ്കിലും അവിടെ നിന്ന് വാങ്ങും. അത്യാവശ്യം അവരെ കണ്ടാൽ നല്ല സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിലാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവർ വന്ന് 2 നൈറ്റി വെച്ചെല്ലാം വാങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല നോക്കി സെലക്ട് ചെയ്ത് അവർക്ക് കൊടുക്കുകയും ചെയ്യും. അവിടെയുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് അതെല്ലാം കൊടുക്കുന്നത്. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പോകെ അവർ ഞങ്ങളുടെ യൂണിറ്റിൽ ചില നൈറ്റുകൾ ഇതിൻ്റെ ഈ കോളറിൻ്റെ അവിടെയുള്ള ഇതെല്ലാം സ്റ്റിച്ചിങ് കംപ്ലൈൻ്റ് ആയിട്ട് അത് നമുക്ക് സെയിൽസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നല്ല തുണിയാണ്. എല്ലാ തുണികളും നമ്മൾ വാഷ് ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നൈറ്റി അടിക്കാറുള്ളത്. എന്നാൽ ഇത് ഇങ്ങനെ കോളർ പ്രശ്നമായ തുണികൾ ചില കുഞ്ഞുങ്ങൾ ആദ്യം വന്ന് തയ്ക്കുമ്പോൾ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അത് നമുക്ക് സെയിൽസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ചേച്ചിയോട് പറഞ്ഞു രാത്രിയൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും, പകൽ ഇട്ടുകൊണ്ട് നടക്കാനൊന്നും പറ്റുകയില്ല, അതിൻ്റെ കോളർ മിസ്റ്റേക്കാണ്, പക്ഷേ ആ തുണിയുടെ വില മാത്രം തന്നാൽ മതി, സ്റ്റിച്ചിങ് ചാർജ് തരണ്ട എന്ന് പറഞ്ഞ് ഈ ചേച്ചിക്ക് 2-3 നൈറ്റ് കൊടുത്തു. എല്ലാ മാസവും 2 നൈറ്റി വീതം വാങ്ങിച്ചുകൊണ്ടിരുന്നിരുന്ന ചേച്ചി ഈ നൈറ്റി കിട്ടിയതോടുകൂടി അവരുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. പൈസ പിന്നീട് തരാമെന്ന് പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ ആ നൈറ്റി അവർക്ക് കൊടുത്തു വിട്ടു. അതിനുശേഷം ആ ചേച്ചി ആ യൂണിറ്റിലേക്ക് വരുന്നില്ല. ചില മാസങ്ങൾ കഴിഞ്ഞു. വഴിയിൽ വെച്ച് ഞാൻ കണ്ടു, ചേച്ചി പിന്നീട് യൂണിറ്റിലേക്കൊന്നും വന്നില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ ചേച്ചി യൂണിറ്റിലേക്ക് വന്നു. 12 കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് തയ്ക്കണമെന്ന് ഓർക്കണം. അപ്പോൾ ആ ചേച്ചി വന്നിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ തന്ന ആ തുണി അത് മുഴുവൻ കളറിളകുന്നതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ കാശ് തരാതിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം അന്തം വിട്ട് പോയി. കാരണം ഞങ്ങൾ ഒരു ബയൽ തുണി, ഒരു 600 മീറ്റർ 550 മീറ്റർ തുണി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റിലെ അതിൻ്റെ എല്ലാ കളറുകളും ചെക്ക് ചെയ്ത് കഴുകി നോക്കിയതിന് ശേഷം, അതിൻ്റെ പീസ് മുറിച്ചെടുത്ത് കഴുകി വാഷ് ചെയ്തതിന് ശേഷം അത് കളർ പോകുമെന്ന് പോകില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് അവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം അന്യോന്യം മുഖത്തോട് മുഖം നോക്കി. കാരണം ചേച്ചി പറയുന്നൊരു വലിയ നുണയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ അല്പം ഉച്ചത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് ചേച്ചിയോട് വളരെ മോശമായിട്ടല്ല, പക്ഷെ കുറച്ച് സൗണ്ടിൽ ഞാൻ സംസാരിച്ചു. നിങ്ങൾക്കത് കളർ പോകുമെങ്കിൽ പിറ്റേ ദിവസം തന്നെ കൊണ്ടുതരാമായിരുന്നല്ലോ, നിങ്ങൾ പിന്നെ ഈ സ്ഥലത്തേക്ക് വരിക പോലും ചെയ്യാതെ നിങ്ങൾ മാറി എന്ന് കളഞ്ഞ് ശരിയാണോ എന്നെല്ലാം ചോദിച്ച് കുറച്ച് വഴക്ക് പറഞ്ഞു. വൃത്തികേടായിട്ടൊന്നും അല്ല പറഞ്ഞത്, പക്ഷേ അത്രയും കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് എനിക്ക് നിസ്സാരമായിട്ട് വിടാമായിരുന്നൊരു കാര്യം ഞാൻ കുറച്ച് ഉച്ചത്തിൽ അവരോട് സംസാരിച്ചു. അങ്ങനെ അവരവിടെ നിന്ന് പോയി. അവർ പിറ്റേ ദിവസം പൈസ കൊണ്ട് തരികയും ചെയ്തു. ഈ പ്രശ്നം അവിടെ തീർന്നു. എന്നാൽ ഞാൻ ശേഷം ചില വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ യൂണിറ്റ് തകർന്ന് തരിപ്പണമായി പോയി. ഒരു ചതിയിൽപ്പെട്ട്, വഞ്ചനയിൽപ്പെട്ട് എൻ്റെ പണം പോവുകയും അങ്ങനെ ആ പണം വേറെയുള്ള ടെക്സ്റ്റൈൽസിൽ കൊടുക്കാനുള്ള പണം തീർക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 40-ലധികം ആളുകളോട് കടം വാങ്ങി അവരുടെ പണം മുഴുവനായിട്ട് കൊടുത്തു തീർക്കുകയും അങ്ങനെ പിന്നീടൊരു എന്താ പറയുന്നത് കഷ്ടത അങ്ങ് ആരംഭിക്കുകയാണ്. അങ്ങനെ ആ കഷ്ടതയുടെ തീച്ചൂളയിൽ അതിനൊരു വിടുതൽ കിട്ടുന്നില്ല. 6-7 വർഷം അങ്ങോട്ട് മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്ന സമയത്ത് ഞാൻ
2-3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ടിരുന്നു. അതിനു മുമ്പ് കുറച്ച് നാളുകളായിട്ട് ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നാലും ഈ ചേച്ചിയുടെ മുഖം ഇവരെൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. എൻ്റെ ദൈവമേ, എന്താണ് കർത്താവേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. എപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയാലും അപ്പോൾ ഈ ചേച്ചി എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഞാൻ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് ആലുവയിലുള്ള ഒരു 2-3 സഹോദരങ്ങളും ഞങ്ങൾ ചേർന്നിട്ട് അവിടെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ടിരുന്നു. അങ്ങനെ ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ കണ്ണടച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ സഹോദരി എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെയുള്ള ദേവദാസനോട് ചോദിച്ചു, ഇതെന്തുകൊണ്ടാണ് ഞാനിങ്ങനെ കാണുന്നത്, ഇവരിങ്ങനെ എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ പശ്ചാത്തലം എല്ലാം പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അവരോട് പോയി ക്ഷമ ചോദിക്കണം, ബ്രദറിൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവരെ എവിടെ പോയി കണ്ടുപിടിക്കാനാണ്, അവരുടെ വീട് എനിക്കറിയില്ല, എനിക്ക് അവരുടെ സ്ഥലമൊന്നും അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ബ്രദർ ന്യായീകരിക്കാതെ ബ്രദർ അവിടെ പോയി അവരോട് ക്ഷമ ചോദിച്ചാൽ അത് ബ്രദറിൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 3 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞാൻ വേറൊരു സഹോദരനെയും കൂട്ടി ഈ സഹോദരിയുടെ വീട് അന്വേഷിക്കാനായിട്ട് നടന്നു. അങ്ങനെ ഒരു 4-5 കിലോമീറ്റർ അകലെ ഉള്ള ഒരു ഏകദേശം ഊഹം വെച്ച് പലരോടും ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ പോയി ഞങ്ങൾ ഒരാളുടെ ചെന്നിട്ട് വഴി ചോദിച്ചു, ഇങ്ങനെ ഒരു ചേച്ചി, നമുക്കതിൻ്റെ പേര് പോലും അറിയില്ല. അങ്ങനെ ഒരു ഊഹം വെച്ച് പറഞ്ഞ് വീട്ടുപേരിൻ്റെ ഒരു അടയാളം അവിടെ അടുത്തുള്ള ഒരു പെൺകുട്ടി പറഞ്ഞു തന്നത് പ്രകാരം ആ അടയാളം വെച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ചോദിച്ച ആൾ ഈ ചേച്ചിയുടെ ഭർത്താവായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ഭാര്യയാണതെന്ന് പറഞ്ഞു. നിങ്ങളുടെ കടയിൽ നിന്ന് നൈറ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്, എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് അവിടം വരെ ഒന്ന് പോകണം, വീട് വരെ ഒന്ന് പോകണം. എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഞാൻ അവരോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ 2-3 വർഷം മുമ്പ് കിടന്ന കാര്യമില്ല, അതൊക്കെ വിട്ടുകളാം. ഇല്ലല്ല, ഞാൻ പറഞ്ഞു, പ്ലീസ് എൻ്റെ കൂടെ അവിടെ വരെ വരണമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ വേറൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ആ വീട്ടിലേക്ക് ചെന്നു. ആ ചേച്ചിയോട് ക്ഷമ പറഞ്ഞു. ആ ചേച്ചി പറഞ്ഞു, അതൊക്കെ ഞാൻ മറന്നുപോയ കാര്യങ്ങളല്ലേ, അതിനിപ്പോൾ ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞു, ദൈവാത്മാവ് ഇങ്ങനെ അത് ഓർപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ക്ഷമ ചോദിച്ചു, നിരുപാധികം ക്ഷമ ചോദിച്ചു. എന്നോട് ക്ഷമിക്കുക, അത്രയും കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് ഞാൻ അങ്ങനെ ചേച്ചിയോട് കയർത്ത് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നെല്ലാം അവരോട് പറഞ്ഞു, ക്ഷമ ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് പോന്നു. വാസ്തവത്തിൽ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലായിരുന്നു. ചില ബ്ലോക്കുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, പിശാച് ചില കെട്ടുകൾ കെട്ടിവെച്ചിരിക്കുന്നത് ഉടയണമെങ്കിൽ ചിലത് നമ്മൾ ക്ഷമ ചോദിക്കണം. തന്നെയല്ല, ദൈവം മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തണം. നമ്മൾ പഴയ നിയമ തിരുവെഴുത്തുകളെല്ലാം പരിശോധിക്കുമ്പോൾ, രാജാക്കന്മാരുടെ പുസ്തകങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ, രാജാക്കന്മാരുടെ നേരെ യുദ്ധത്തിന് വരുമ്പോൾ ചില രാജാക്കന്മാർ അവർ തങ്ങളെ തന്നെ താഴ്ത്തുന്നത് ദൈവം കണ്ട ഉടനെ അവരുടെ പ്രശ്നത്തിന് ദൈവം പരിഹാരം കൊണ്ടുവരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ നാം നമ്മെ തന്നെ ഉപാധികളില്ലാതെ, നിരുപാധികം ന്യായീകരണമില്ലാതെ ദൈവമുമ്പാകെ തന്നെ താഴ്ത്തുമെങ്കിൽ പിശാച് കെട്ടിയിരിക്കുന്ന കെട്ടുകൾ, അതൊരു പക്ഷേ രോഗമായിരിക്കാം, കടബാധ്യതയായിരിക്കാം, ഞെരുക്കമായിരിക്കാം, ഒറ്റപ്പെടലായിരിക്കാം, അതുപോലെ തന്നെ പലവിധമായ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ അത് ദൈവം പൊട്ടിച്ച് കളയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ഇന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. കാരണം ഞാൻ ചില കാര്യങ്ങളിൽ ചില അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, കർത്താവേ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എങ്ങനെ ചോദിക്കേണ്ടായി. ഒരു 1-2 ആഴ്ചയായി ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ട്, അത് ഇപ്പോൾ എനിക്ക് മുഴുവനായിട്ട് പറയാനായിട്ട് കഴിയില്ല. കാരണം ഞാൻ മുൻപ് പറഞ്ഞ ഒരു കാര്യങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ രാവിലെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇങ്ങനെ രാജാക്കന്മാർ തന്നെ താഴ്ത്തിയപ്പോൾ നീ അവർക്ക് വിടുതൽ കൊടുത്തിട്ടുണ്ടല്ലോ കർത്താവേ, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയാണ് കർത്താവേ. എനിക്ക് ശരിയായിട്ട് പ്രാർത്ഥിക്കുവാനും ശരിയായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ഒക്കെ കൃപ തരണം കർത്താവേ. ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയാണ് കർത്താവേ. ഞാനത് ഏറ്റുപറഞ്ഞു. എൻ്റെ മറന്നു കിടക്കുന്ന പാപങ്ങൾ എല്ലാം എന്നോട് ക്ഷമിക്കണം കർത്താവേ. ഏറ്റുപറയാതെ ഏതെങ്കിലും പാപം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്നോട് ക്ഷമിക്കണം. ഇന്ന് അനേകർക്കും പറ്റുന്ന മറ്റൊരു പ്രശ്നമാണ്, ഈ കർത്തമേശ എടുക്കുമ്പോൾ ഈ പാപങ്ങൾ ഏറ്റുപറയാതെ ജനത്തെ പേടിച്ച് കർത്തമേശ എടുക്കും. അതിനുശേഷം അവർ രോഗികളാകും. ഈ രോഗികളായി തീർന്നാലും അവർ ഡോക്ടർമാരെ പോയി കാണുന്നല്ലാതെ ദൈവം ഭാഗം വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഇന്ന തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ച് മാനസാന്തരപ്പെടുകയില്ല. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണെന്നറിയാമോ? നാം ദൈവസന്നിധിയിലേക്ക് ചെന്ന്, കർത്താവെ, എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണമേ കർത്താവെ എന്ന് നാം ദൈവമുമ്പാകെ താഴ്ത്തി കൊടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് കൃപ നൽകും. നമുക്ക് വിടുതലുകൾ ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും. ഇന്ന് ചില പ്രാസംഗരെല്ലാം പുൾപിറ്റിൽ കയറി നിന്നിട്ട് നീ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് നിനക്ക് വിടുതൽ ലഭിക്കുമെന്ന് പറഞ്ഞാലൊന്നും അങ്ങനെയൊന്നും വിടുതലൊന്നും ലഭിക്കുമെന്നില്ല. വിടുതൽ ലഭിക്കണമെങ്കിൽ നാം നമ്മളെ തന്നെ താഴ്ത്തണം. കാരണം നാം ഇന്ന് കേട്ട വചനം അതാണ്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ന്യായീകരിക്കാതെ, നിഗളിക്കാതെ നമ്മെ തന്നെ ദൈവമുമ്പാകെ താഴ്ത്തുമെങ്കിൽ
തീർച്ചയായിട്ടും ദൈവം വിടുതലുകളെ നമുക്ക് നൽകും. നമ്മുടെ ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. നാം ഒരിക്കലും ന്യായീകരിക്കാതിരിക്കുക. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. നിഗളം എന്ന് പറയുന്നത് പിശാചിൽ നിന്ന് വരുന്നതാണ്. അവൻ പറഞ്ഞു, ഞാൻ അത്യുന്നതനോട് സമനാകും, ഞാൻ ഉത്തരദിക്കിൽ എൻ്റെ സിംഹാസനം വയ്ക്കും, ഞാൻ അവിടെ ഇരുന്ന് അരുളും. അവനെ ദൈവം വെട്ടി താഴെയിട്ടു. കാരണം ദൈവത്തോട് എതിർത്ത് നിൽക്കാൻ ആർക്കും കഴിയില്ല, പിശാചിനോ മനുഷ്യനോ കഴിയില്ല. എന്നാൽ താഴ്മ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുള്ളതെന്ന് വിചാരിക്കാതെ ഒരു ദാസൻ്റെ രൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായിട്ട് ഈ താഴേക്ക് അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ തന്നെത്താൻ താഴ്ത്തിയെന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. അവൻ എത്രത്തോളം താഴ്ത്തിയോ അത്രത്തോളം ദൈവം സകലനാമത്തിൽ മേലായ നാമം നൽകി അവനെ ഉയർത്തുകയും ചെയ്തു. നാം തന്നെത്താൻ താഴ്ത്തി കൊടുക്കുമെങ്കിൽ, നാം തന്നെത്താൻ താഴ്ത്തുമെങ്കിൽ ദൈവം നമ്മെ ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നാം ന്യായീകരിക്കാതിരിക്കുക, നമ്മെ തന്നെ ന്യായീകരിക്കാതെ നെകളിക്കാതെ ദൈവമുമ്പാകെ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ കുറ്റങ്ങളെ, നമ്മുടെ തെറ്റുകളെ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവമുമ്പാകെ നമ്മൾ താഴ്ത്തുമെങ്കിൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, വലിയ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇന്ന് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ, ആമീൻ.